നമ്മൾ ഒരു ദിവസത്തെ ട്രെക്കിംഗ് കഴിഞ്ഞ് ടെൻറ്റിലിരിക്കുമ്പോൾ തോന്നും നാളെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അത് ശരിയല്ല കേട്ടോ. നമ്മുടെ കാലും മനസ്സും ശരീരവും എല്ലാം എല്ലാ ക്ഷീണവും മറന്ന് അടുത്ത ട്രെക്കിങ്ങിന് തയ്യാറായിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്ലസന്റ് മോർണിംഗിലാണ് ഞങ്ങൾ ഭോജ്ബാസയിലേക്ക് നടത്താൻ ആരംഭിച്ചത്. എന്തൊരു കാഴ്ചകളാണ് ചുറ്റും. വെട്ടിത്തിളങ്ങുന്ന സൂര്യരശ്മികളും ഭോജ്പത്രത്തിന്റെ തൈകളും മഞ്ഞ് വീണ് കിടക്കുന്ന നടവഴികളും. ഇവിടെ ലാസ്റ്റ് മഞ്ഞ് വീഴ്ച ഉണ്ടായത് 5 ദിവസം മുമ്പാണ്. പക്ഷെ ഇപ്പോഴും അത് അലിഞ്ഞു പോവാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പർവ്വതങ്ങളുടെ ചെരുവിൽ കല്ലുവീഴ്ച ഉണ്ടാകുന്ന കുറേ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ പാസ് ചെയ്തത്. ഇത് ഞങ്ങളെ പോർട്ടർ സുമേർ സിംഗ് ആണ്. എപ്പോഴും ബീഡി വലിയാണ് ഇങ്ങേരുടെ വിനോദം. പക്ഷെ ഞങ്ങളോട് ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. ഇവര് ഏതോ ട്രാവൽ ഏജൻസിക്കാരുടെ ക്ലയൻസ് ആണ്. നല്ല അച്ചടക്കത്തോടെ നീങ്ങുന്നുണ്ട്. അങ്ങനെ 5 കിലോമീറ്റർ നടന്നപ്പോൾ ഭോജ്ബാസയിൽ എത്താനായിട്ടോ. കല്ലുകളിലൊക്കെ ആശ്രമങ്ങളുടെ പേരുകൾ കാണുന്നുണ്ട്. ഒരാൾക്ക് 600 രൂപ കൊടുത്താൽ ഭോജ്ബാസയിലെ ആശ്രമങ്ങളിൽ താമസവും ഭക്ഷണവും കിട്ടും. ഭോജ്ബാസ ക്യാമ്പിന്റെ കാഴ്ചയാണ്. ഞങ്ങൾക്കിവിടെ രാംബാബ ആശ്രമത്തിലാണ് താമസം കിട്ടിയത്. സമയം ഉച്ചയായിട്ടുണ്ട്. ഇന്ന് തന്നെ ഗോമുഖിൽ പോയി തിരിച്ചു വരാനാണ് ഞങ്ങളുടെ പദ്ധതി.